So today is the Pentecost Sunday. So before we start our worship, I just wanted to officially welcome back Pastor John Thomas and his dear wife, Sister Elsie, after 6 months of stay in Canada related to God's work, and God brought them back safely, and we have been praying for them even when they were away. So the church, we are praying for both of you and for your work and your safe journey back to the United States. And we thank God this morning that God brought you back safely without any issues and any problem. Thank God for all that He has done. Today is Pentecost Sunday. ഇന്ന് പരിശുദ്ധാത്മാവിനെ ആദരിക്കുന്ന, it's not celebrating but remembering the outpouring of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ നിറവ് മനുഷ്യ സമൂഹത്തിൽ വരുത്തിയ മാറ്റങ്ങളെ വളരെ അധികമാണ്. അപ്പോൾ നമ്മുടെ ആരാധനയിലും ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു എംഫസിസ് ഉണ്ടാകണം. പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ ആരംഭ സമയം നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകത്തെ വളരെ സ്വാധീനിച്ചതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ. ലോകത്തെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ലോകത്തെ കീഴ്മേൽ മറിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് ലോകത്തെ ഒരുപാട് സ്വാധീനിച്ച് അനേകരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി വളരെ വിഷമം പിടിച്ച ജീവിതങ്ങൾ നയിച്ചവരെ വളരെ നല്ലവരാക്കി തീർത്ത പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എത്ര നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് ഓർക്കുകയല്ല, പരിശുദ്ധാത്മാവിന്റെ നിറവ് അനുഭവിക്കുന്ന ഒരു ആരാധനയായി തീരട്ടെ ഇന്നത്തെ ആരാധന. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ മാളിക മുറിയിൽ കൂടിയിരുന്നപ്പോൾ പെട്ടെന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി, അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. അതേ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ആരാധനയിൽ ഉണ്ട്. പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ആശ്വാസത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിക്കുന്ന ദൈവത്തെ ആരാധിക്കുമ്പോൾ ധൈര്യത്തോടെ ജീവിക്കുവാനും നമുക്ക് ആഴമായി മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ദൈവത്തിന്റെ വിശ്വസ്ത സാക്ഷികളായിരിക്കുവാനും പരിശുദ്ധാത്മാവാണ് നമ്മെ സഹായിക്കുന്നത്. ഇന്ന് നമ്മുടെ ആത്മാവിൽ നമുക്ക് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമുക്ക് പാട്ടുകൾ പാടാം, ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിന്റെ വചനം നമുക്ക് കേൾക്കാം. ഇന്നത്തെ ആരാധനയിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു പുതിയ ഉണർവിനാൽ നമ്മെ ദൈവം നിറയ്ക്കേണ്ടുന്നതിന് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ ഈ വിശുദ്ധ ദിവസത്തിൽ നിന്റെ മക്കളാകുന്ന ഞങ്ങൾ തിരുസന്നിധിയിൽ കടന്നു വരുന്നു. കർത്താവേ, നിന്റെ പ്രവർത്തനം, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നതുകൊണ്ട് പാപത്തെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഞങ്ങൾക്ക് ബോധ്യം വരുവാനും കർത്താവായ യേശുവിനെ ഞങ്ങളുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഇന്ന് രാവിലെ സമയം ആത്മാവിലും സത്യത്തിലും ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കുവാൻ അവിടുന്ന് നൽകിയിരിക്കുന്ന ഈ വലിയ അവസരത്തിനായി നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഇന്ന് ദൈവസന്നിധിയിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ പകരുമ്പോൾ ഞങ്ങൾ ആത്മാവിൽ ഞങ്ങൾക്ക് നല്ല ഗീതങ്ങൾ പാടി ദൈവത്തെ സ്തുതിപ്പാനും ആത്മാവിൽ സന്തോഷിക്കുവാനും കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ കൂടി ഞങ്ങൾ കേൾക്കുമ്പോൾ വചനം സംസാരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കർത്താവ് നിറച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ ഞങ്ങൾ കേൾക്കുന്ന വചനം ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, ഇന്ന് അങ്ങയുടെ ദാസനും ദാസിയും സൗഖ്യത്തോട് വീണ്ടും ഈ സഭയിലേക്ക് കടന്നു വരുവാൻ ദൈവം അവസരങ്ങളെ ഒരുക്കിയത് കൊണ്ട് നന്ദിയോട് സ്തോത്രം. ഒരുമിച്ചുള്ള ആരാധനയെ കർത്താവ് അനുഗ്രഹിക്കണമേ. കടന്നു വന്നിരിക്കുന്ന അങ്ങയുടെ ജനത്തെ തിരുകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവേ. എല്ലാവരെയും കർത്താവിന്റെ കൃപയാൽ നിറച്ച് ദൈവം അനുഗ്രഹിക്കുന്നതുകൊണ്ട് സ്തോത്രം. ആരാധനയുടെ ആദ്യാവസാനം ദൈവകൃപയിൽ എല്ലാ പ്രോഗ്രാമും നടക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുന്നതിനാൽ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദിയോട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. Sister Annie is not with us today, and so today Brother Wilson is going to lead us in song, and after that Pastor John Thomas will do the prayer leading. Amen. Amen. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ രാവിലെ സമയം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആരാധനയ്ക്ക് യോഗ്യൻ, ഉന്നതനെ ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസി, പരിശുദ്ധൻ എന്ന നാമമുള്ള ഒരു വലിയ ദൈവത്തെയാണ് നാം ഇന്ന് ആരാധിക്കുന്നത്. നാം പാടി കർത്താവിനെ സ്തുതിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലായിരിക്കാൻ നമ്മളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്. കർത്താവ് പറഞ്ഞു, ഞാൻ പോകേണ്ടത് ആവശ്യം, എങ്കിൽ പരിശുദ്ധാത്മാവ് വരും നിങ്ങളുടെ അടുത്ത്. ഈ ലോകത്ത് ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമാണല്ലോ. ഇന്ന് രാവിലെ നമുക്ക് കർത്താവിനെ പാടി സ്തുതിക്കാം. ആദ്യമായി നമ്മൾ പാടുന്ന സ്തുതിച്ചിടുവിൻ കീർത്തനങ്ങൾ ദേവന് പാടിയിടുവിൻ എന്ന പാട്ട് ആദ്യമായിട്ട് നമുക്ക് പാടി കർത്താവിനെ സ്തുതി. എല്ലാവരും കരങ്ങളെ അടിച്ച് അധരങ്ങളെ തുറന്ന് സർവശക്തിയുള്ള ദൈവത്തെ നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം. സ്തുതിച്ചിടുവിൻ കീർത്തനങ്ങൾ ദേവനു പാടിയിടുവിൻ.
പാടിയതുപോലെ ആമേൻ ഹല്ലേലൂയ തന്റെ കരങ്ങൾ ഹല്ലേലൂയ സർവശക്തന്റെ കരങ്ങൾ ആമേൻ ആമേൻ താരകങ്ങൾ ആകാശത്ത് വയ്ക്കുന്നതിന് മുന്നമേ നമ്മുടെ രക്ഷയെ കണ്ട കർത്താവ് നമ്മെ അറിഞ്ഞ കർത്താവ് ഹല്ലേലൂയ ദൈവത്തെ നമുക്ക് ഈ രാവിലെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന വലിയ അവസരം ആമേൻ നമുക്ക് ദൈവത്തെ വീണ്ടും പാടി സ്തുതിക്കാമല്ലോ ആമേൻ നമുക്ക് തന്ന ജീവൻ നമുക്ക് തന്ന പ്രാണവായു എല്ലാം നമ്മൾ ഓർക്കുമ്പോൾ എത്രമാത്രം നമ്മൾ ദൈവത്തെ സ്തുതിക്കണം ഹല്ലേലൂയ വീണ്ടും നമ്മളൊരു സ്തുതിയുടെ ഗാനം കൂടെ പാടുകയാണ് ആമേൻ ആത്മാവിന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയില് ഈ പകൽക്കാലം ദൈവത്തെ നമുക്ക് വീണ്ടും ആരാധിക്കാമല്ലോ അവൻ വലിയവനാണ് അവൻ ഉന്നതനാണ് അവൻ ശാശ്വതവാസിയാണ് അവൻ പരിശുദ്ധനെന്ന നാമമുള്ളവനാണ് സകല ജനത്തിനും ആഹാരം കൊടുക്കുന്നവനാണ് നമ്മുടെ വൈദ്യയുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവനാണ് രോഗികൾക്ക് വൈദ്യനാണ് രോഗം നീക്കുന്ന മരുന്നാണ് ഗിലെയാദിലെ സുഗന്ധക്കുഴമ്പാണ് ഗിലെയാദിലെ വൈദ്യനാണ് അങ്ങ് തൊട്ടാല് സൗഖ്യമാകാത്ത രോഗമില്ല അങ്ങേ തൊട്ടവരും അങ്ങ് തൊട്ടവരും സൗഖ്യമായ അങ്ങയുടെ തിരുവരഞ്ഞോട് പിതാവിനെയും ആ സൗഖ്യം പ്രാപിച്ചവര് ആ നടത്തിയ കർത്താവിനെ ഓർത്ത് വീണ്ടും നമുക്ക് ദൈവത്തെ പാടി സ്തുതിപ്പാൻ നമ്മെ അമ്മയെ പോലെ നമ്മെ കരുതുന്ന ഒരു ദൈവം മനം തകരുമ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ഒരു പ്രാർത്ഥനയെ ഈ രാവിലെ സമയം നമ്മുടെ ഉൾക്കണ്ണുകൾ കൊണ്ട് നമുക്കൊന്ന് ദർശിക്കാം നമ്മുടെ ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് പലപ്പോഴും കാണുവാൻ കഴിയുന്നില്ല എങ്കിലും നമ്മുടെ ഉൾക്കണ്ണുകൾ കൊണ്ട് നമ്മുടെ ദൈവത്തെ നമുക്കൊന്ന് കാണാം തേജോമയനായ ദൈവം നമ്മുടെ മധ്യേ ഇന്ന് രാവിലെ ഇറങ്ങി ആ ദൈവത്തെ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ വീണ്ടും നമുക്ക് പാടി സ്തുതിക്കാം സ്തുതി സ്തുതി എൻ മനമേ സ്തുതികളിൽ ഉന്നതനെ ഹല്ലേലൂയ രാവിലെ നമുക്ക് വീണ്ടും കർത്താവിനെ പാടി കരങ്ങൾ അടിച്ച് പാടി സ്തുതിക്കാം സ്തുതി സ്തുതി എൻ മനമേ സ്തുതികളിൽ ഉന്നതനെ നാദെന്നാൾ തോറും ചെയ്യുന്ന നന്മകളോ Amen.
Thank you, Lord. Thank you.
പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ആഗ്രഹമാക്കി നാം കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്ന അവസരങ്ങളാണല്ലോ ഇന്നത്തെ വിശുദ്ധ ആരാധന. നാം പ്രാർത്ഥിച്ച ആരംഭിച്ച സമയം മുതൽ ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യേ ഇറങ്ങി വന്നുവല്ലോ. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് അരുളി ചെയ്ത കർത്താവിന്റെ വിലപ്പെട്ട സാന്നിധ്യം ഇന്ന് പകൽ നമ്മുടെ ബാഹ്യ നയനങ്ങൾ കൊണ്ട് കർത്താവിന്റെ സാന്നിധ്യം ദർശിപ്പാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിലും നമ്മുടെ കണ്ണുകൊണ്ട് ആത്മാവിന്റെ കണ്ണുകൾ കൊണ്ട് സാന്നിധ്യം ദർശിച്ച് അനുഭവിച്ച് കർത്താവ് നമ്മെ ദൈവസന്നിധിയിൽ കൂട്ടിവരുത്തിയല്ലോ. ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും ജീവനിലും വിശുദ്ധിയിലും ആരാധിക്കുവാൻ കർത്താവ് നമ്മെ ഇന്ന് പ്രാപ്തരാക്കുന്നുവല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷ വിൽസന്റെ നേതൃത്വത്തിൽ നൽകി തന്നുവല്ലോ. ചേർന്ന് പാടുവാനുള്ള കൃപ ഓരോരുത്തർക്കും കർത്താവ് നൽകി തന്നല്ലോ. കർത്താവിന് പാട്ടുകൾ പാടി മഹത്വം അർപ്പിക്കുവാൻ ലഭിച്ച ഈ വിലപ്പെട്ട അവസരത്തിനായി നന്ദിയോടെ നാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പോയ കാലങ്ങളൊക്കെ കർത്താവ് നമ്മെ ക്ഷമത്തോടെ കാത്തുവല്ലോ. ഈ വർഷം ആരംഭിച്ച 1-ാം ദിവസം മുതൽ ഇന്നയോളം കർത്താവ് നമ്മെ കരം പിടിച്ച് നടത്തി. തിന്മയായത്, ദോഷമായത്, അനർത്ഥമായതൊന്നും ഭവിക്കാതെ വണ്ണം കർത്താവിന്റെ കരതരങ്ങളിൽ സുരക്ഷിതരായി സ്വസ്ഥത അനുഭവിക്കുന്നവരായി സമാധാനം അതേ പ്രാപിച്ചുകൊണ്ട് ജീവിപ്പാൻ കർത്താവ് നമ്മെ നാൾതോറും സഹായിച്ചുകൊണ്ടിരുന്നല്ലോ. കുടുംബമായി കുഞ്ഞുങ്ങള് കൊച്ചുമക്കള് എല്ലാവരെയും കർത്താവ് ക്ഷമത്തോടെ കാത്തുവല്ലോ. ഇന്ന് പകൽ ആരാധനയുടെ പ്രാരംഭ സമയങ്ങളിലും ഇന്നയോളം നമ്മെ നടത്തിയ കർത്താവിന്, ഇത്രത്തോളം നമ്മെ കൊണ്ടുവന്ന കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും അവൻ നല്ലവനല്ലോ, അവന്റെ ദൈവമുള്ളത് ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനുള്ള വിലപ്പെട്ട അവസരമാണ്. തുടർന്ന് അനവധി ശുശ്രൂഷകൾ നടത്തപ്പെടേണ്ടതായിട്ടുണ്ടല്ലോ. സങ്കീർത്തന, ധ്യാനം, മധ്യസ്ഥ പ്രാർത്ഥന, സാക്ഷ്യങ്ങള്, ഒടുവിലായി ദൈവവചന ശുശ്രൂഷകള് എല്ലാം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിലും പരിശുദ്ധാത്മാവിന്റെ ശക്തീകരണത്തിൽ എല്ലാ ശുശ്രൂഷകളും ഇവിടെ പ്രവർത്തിക്കുവാനും കടന്നു വന്ന നമുക്ക് ഓരോരുത്തർക്കും മാത്രമല്ല ഇന്നത്തേതിൽ ഈ വീഡിയോ ദർശിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ ശുശ്രൂഷ അനുഗ്രഹപ്രദമായി തീരേണ്ടതിന് നാം എല്ലാവരും പ്രത്യേകമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മധ്യത്തിൽ നിന്ന് 2 പേര് ഇന്നത്തെ ആരാധന ദൈവകരങ്ങളിൽ വഹിച്ച് ശബ്ദമുയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Yes, Lord. സന്തോഷം തന്നു കർത്താവേ, ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്തു വന്നങ്ങേ അവകാശത്തിനായ ദാസനും ദാസിക്കും കർത്താവേ സത്യത്തോടെ മടങ്ങി വരുവാൻ എല്ലാ ശുശ്രൂഷകളെയും കർത്താവിന് മാനിക്കണമല്ലോ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു ഞങ്ങളോട് സംസാരിക്കേണ്ടപ്പെടുകയും ചെയ്യണമേ. പ്രാർത്ഥിക്കുന്നു. ഒരാഴ്ച കാലം ജീവിക്കാനുള്ള കൃപയോട് നൽകി ഞങ്ങളെ
പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം മാനുമൊക്കെ തരുന്നു. സകല വേളയ്ക്കായി ജീവൻ വെടിഞ്ഞ കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകട്ടെ. ഹല്ലേലൂയ. മഹാപരിശുദ്ധനായ കുഞ്ഞുമുഖത്തേക്ക് ഈ വിശുദ്ധ ദിവസത്തിന്റെ രാവിലെ സമയങ്ങളിൽ വീണ്ടും നോക്കുന്ന പ്രവൃത്തിയിലൊക്കെ അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരുന്ന് അടിങ്ങൾക്ക് വേണ്ടുന്ന ആരോഗ്യവും ബലവും ദൈവകൃപയും ജ്ഞാനവും ഒക്കെ തന്ന് അടിങ്ങളെ ദിനം പ്രതി നടത്തി ഞങ്ങളുടെ വിശ്വസ്തതകളെ ഓർത്ത് അങ്ങേ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അപ്പന്റെ വചനം വായിക്കും പോലെ അവൻ നല്ലവനല്ലോ, അവൻ്റെതായ പറയാനല്ലാതെ അടികൾക്കൊന്നിൽ ഈ പകൽക്കാലം പുകഴുവാനില്ല നാഥ. ഓരോ നിമിഷം അപ്പച്ച അങ്ങ് തരുന്ന ദാനമാണല്ലോ നാഥ. ദൈവകൃപയോടെ മുന്നേറുവാൻ കർത്താവടികൾക്ക് കൃപ തരയണമേ. പകൽക്കാലം അങ്ങേ സ്തുതിപ്പാനും ആരാധിപ്പാനും അങ്ങയുടെ സന്നിധിയിൽ ഏടകളായിരിക്കുന്നല്ലോ നാഥ. അരബാരഹതനന്തരഹത്തുനാദരേ ദിവദാസം പറഞ്ഞതുപോലെ അരൂഖബാരഹതനന്തരേ ദീലേ ലഗനേ ഹന്തരാദനന്തര ദീലേ രവനഹതനാദരേ. ആ പെന്തക്കോസ് നാളിലെ അനുഭവം അത് രുചിച്ചറിഞ്ഞവരായി അനുഭവിച്ചറിഞ്ഞവരായി കടന്നു പോകുവാൻ കർത്താവേ അടികളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹാലടികളുടെ മധ്യ ഒരു വലിയ റിവൈവൽ അവിടെ നയിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആത്മാവിൽ പ്രാർത്ഥിപ്പാനും ജാഗരിപ്പാനുള്ള ദൈവകൃപ കർത്താവടികൾക്ക് തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേടികളുടെ മധ്യേ ഹാലിലെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ദൈവദാസിന് ദാസിക്കുമായി സ്തോത്രം. 6 മാസക്കാലം അവരെ അവിടെ സൂക്ഷിച്ചതിനായിട്ട് നന്ദി കർത്താവേ. സമാധാനത്തോടെ വന്നു കാണുവാൻ സഹായിച്ചല്ലോ. അവരുടെ ആയിരിക്കുന്ന സമയങ്ങളൊക്കെയും അങ്ങയുടെ പ്രൊട്ടക്ഷൻ നിന്റെ മക്കളുടെ മേൽ ഇരിക്കുമാറാകണമേ. നിന്റെ മക്കൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സകല വിഷയങ്ങളുടെ മേലും അങ്ങയുടെ ഫേവർ ഈ ദിവസങ്ങളിൽ വീണ്ടും കൂടെ ഇരുന്ന് അവരെ നടത്തിക്കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. നിങ്ങളുടെ ദേവദാസിനെയും ഹാലയിലെ കുടുംബമായിട്ട് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക പിതാവേ. അനുഗ്രഹിച്ചാണ് കർത്താവേ. ഹാലയിലെ അവരുടെ പോക്കുവരവിലെല്ലാം കർത്താവിന്റെ പ്രൊട്ടക്ഷൻ എപ്പോഴും കൂടെ ഇരിക്കണമേ. അവർക്ക് വേണ്ടുന്ന ആരോഗ്യവും ബലവും ഒക്കെ അവിടെ നിന്ന് കൊടുക്കണമേ. ഇതിന്റെ ഓരോ പഠന കാര്യങ്ങളിലൊക്കെയും കർത്താവ് കൂടെ ഇരുന്ന് ദൈവത്തിന്റെ ഗൈഡൻസിൽ അവിടെ നടത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അഖിലാണ്ടത്തിന്റെ ഉടയവന് സകലത് സാധ്യമാണല്ലോ കർത്താവേ. അസാധ്യമെന്ന് വിചാരിക്കുന്നതൊക്കെയും എന്റെ ദൈവം ചന്തമായി ചെയ്തു കൊടുക്കുന്നതിനായിട്ട് നന്ദിയോടങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു പിതാവേ. ഈ ദൈവസഭയിലെ എല്ലാ കുടുംബങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രത്യേകിച്ച് ഈ വാത്സല്യ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവേ. ഹാലേലിയ ഹാലേലിയ. ദൈവത്തെ സേവിക്കുന്നവർക്ക് പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന വാഗ്ദത്തത്തെ അനുഗ്രഹിച്ചതിന് മക്കളുടെ മേൽ പ്രാർത്ഥിക്കുക പിതാവേ. അങ്ങ് എല്ലാവർക്കും അനുഗ്രഹമാക്കി ചെയ്യുന്നതിനായിട്ട് നന്ദി. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ, അവരുടെ ആരോഗ്യത്തിന്റെ മേലെ, അവരുടെ ബിസിനസിന്റെ മേലൊക്കെ കർത്താവിന്റെ കരം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ചെറുമന്ദികളെ ബലപ്പെടുത്തി അവരെ എല്ലാവരെയും വഴി നടത്തണമേ കർത്താവേ. ആനുസൃഷ്ടായിരിക്കുന്നിടത്ത് അവരെ കുടുംബമായി അനുഗ്രഹിക്കണമേ, കൃപയിൽ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ദൈവമേ, ഇന്ന് പോൽക്കാലത്തെ ശുശ്രൂഷ എല്ലാം കർത്താവേ അടികൾക്ക് അനുഗ്രഹമാക്കണമേ. ഒരു പടിയുടെ കർത്താവിനോട് അടുത്ത് ജീവിപ്പാൻ അത് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ മുറ്റുമായി താഴ്ത്തുന്നു. ദൈവകൃപയിൽ അന്ത്യം വരെ എല്ലാവരെയും നിലനിർത്തണം. പ്രാർത്ഥന യാചനയെ സ്വർഗം കേട്ടതിനായിട്ട് നന്ദി. യേശുവിന്റെ തിരുനാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. Let us all stand in the presence of God and read Psalm 112. 112 സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് വാക്യപ്രതിവാക്യമായി വായിക്കാം. വാഴ്ത്തുക നീ മാനവേ ഭാഗ്യവാൻ. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശിവമായിരിക്കും. വ്യവഹാരത്തിൽ അവൻ തന്റെ കാര്യം നേടും. ദുർവർത്തമാന നിമിത്തം
ഭയപ്പെടുകയില്ല. അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവന്റെ കൊമ്പ് ബഹുമാനത്തോട് ഉയർന്നിരിക്കും. ദുഷ്ടൻ അതുകൊണ്ട് വ്യസനിക്കും. അവൻ പകപിടിച്ച് പോകും. ദുഷ്ടന്റെ ആശ നശിച്ചുപോകും. നമ്മുടെ വിശുദ്ധ കാര്യങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി ദൈവത്തിന്റെ വചനത്തിനായി നമുക്ക് സ്തുതിക്കാം. നീതിമാൻ ഒരു നാളും കുലുങ്ങി പോകുകയില്ല. നമ്മെ ഈ ലോകത്തിൽ പോകാതെ നിലനിർത്തിയ ദൈവത്തിന്റെ കൃപയാണ്. ആ ദൈവത്തെ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ സ്തുതിക്കാം. We praise you, God. Lord, we thank you and we praise you. We give you all glory and all honor for the way that you have sustained us. You have provided for all our needs and you have protected us. We give you all glory and honor. In Jesus' name I pray. Amen. Please be seated in the presence of God. And this morning I am very delighted that all of us come together in the house of the Lord and worship Him, especially on this Pentecost Sunday, where we will worship the Lord in spirit and truth. Amen. And we will be filled by the power of the Holy Spirit. And we thank God for His presence already here, and He is blessing us. He is encouraging us. He is giving us boldness in our heart, and He is giving us new hope. And we thank God for everything that He is doing. And I already mentioned about Pastor John Thomas and his wife, Sister Elsie. They had celebrated an anniversary, and you were not here, and we wanted to, this church, we sent you a little wish on the WhatsApp. We wanted to officially wish a happy, blessed anniversary, and may your life be blessed by God and for all things that you do for God and for His work. And we don't have any other birthdays, any other anniversary. We have birthdays coming up later this month, and we will celebrate when they come. And we thank God for every day the Lord gives to us in our life. But we do have guests today, and Sally Ann is here, and Jeffin and Benjamin. We thank you for coming. We appreciate you. And after a while, we won't recognize you like this because we consider you as family to this church. When you come next time, I won't say this only because we are considering you in our book, in this church. And so we thank God for your life, and we thank God that we could worship together today in this church. And I am going to move forward, and I wanted to give Pastor John Thomas is speaking to us today, and I wanted to give him, some time, not too much restricted time, but I know that Sister Elsie, that you were out for 6 months. You wanted to take a minute, or Sally Andy, or any Benjamin, Jeffin, you wanted to take a minute and say a brief praise report or something to praise God here today? You have a short few minutes. കഴിഞ്ഞ 6 മാസക്കാലം നാട്ടിലായിരിക്കുവാൻ തക്കണം ദൈവം കൃപ ചെയ്തു. അവിടെ ആയിരങ്ങളിലെല്ലാം ദൈവത്തിന്റെ സാക്ഷ്യം കൂടെ എല്ലാ വഴികളിലും ദൈവം താങ്ങുമായി കൂടെ വഴി നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തകളെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുകയും ചെയ്യണം. ദൈവം നടത്തിയ എല്ലാ വഴികൾക്കുമായി ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടെ കുഞ്ഞുങ്ങളോടൊത്തും ഞങ്ങളുടെ മകളോടൊത്തും ഞങ്ങളുടെ ദൈവമക്കളോടൊത്തും ദൈവസന്നിധിയിലായിരിക്കുവാൻ തക്കണം ദൈവം ഇടയാക്കി. ആയിരുന്നിടങ്ങളെല്ലാം ദൈവസ്ഥാനത്ത് ഓരോ ദിവസവും രുചിച്ചറിയുവാൻ തക്കണം ദൈവം സകലത്തിനും മതിയാവനായ കൂടെ ഇടന്തോറും നടത്തിയ തന്റെ വിശ്വസ്തകളെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. വിവിധ ശോധനകളെ വേദനകളെ ജീവിത പടവിന് നേരെ ആചരിച്ച സന്ദർഭങ്ങളെല്ലാം ദൈവത്തിന്റെ തണലുമായി കർത്താവിന്റെ കരവഴികളോട് കൂടെ ഇരുന്ന് അവിടുന്ന് വഴി നടത്തിയ തന്റെ കരുണയ്ക്കായി നന്ദിയോടെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ള ദൈവത്തിന്റെ വാഴ്ത്തം ഓരോ ദിവസവും കർത്താവിന്റെ ആ വാഴ്ത്തത്തിൽ ഉറച്ച് ജീവിക്കുവാൻ തക്കണം
ദൈവം കൃപ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി നൽകി തന്ന ദൈവം സകലവും നമുക്ക് വേണ്ടി നൽകി തരുക ശക്തനാണെന്ന് ഉറച്ചുള്ള പുറപ്പോടെ ഓരോ ദിവസമായിരിക്കാൻ ദൈവം അവിടെ ഇടയാക്കി കൃപയെ ഓർത്ത് നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ദൈവത്തോളം സഹായിച്ചവൻ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ദൈവജനങ്ങളെയൊക്കെ കഴിഞ്ഞ ആളുകളോട് പ്രാർത്ഥിക്കാൻ ദൈവം കൃപ ചെയ്യുന്നു. ആഴ്നടങ്ങളെല്ലാം കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവങ്ങളെ ബലപ്പെടുത്തി നാം നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും വന്ന് കാണുവാനും ദൈവങ്ങളോടൊക്കെ ആരാധിക്കുവാനും ദൈവം കൃപ ചെയ്തു. നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥന ദിവസനെ അപേക്ഷിച്ചുകൊണ്ട് ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിട്ട് 1 മിനിറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ. ഞാൻ നാട്ടിലെ കടന്നുപോയ സമയത്ത് പല സഭകളിലും കടന്നു പോകാൻ എനിക്ക് ദൈവം ഭാഗ്യം തന്നു. എന്നാൽ പ്രിയ ജോൺ തോമസ് പാസ്റ്ററുടെ ചർച്ചിൽ വളരെ ശക്തമായ ആരാധന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് കഴിഞ്ഞു. അതിനുശേഷം പ്രിയ ആൻറ്റി പാസ്റ്റർ ഞങ്ങൾക്ക് ഒരുക്കിയ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാൻ ഇടയായി. ഞങ്ങൾ ഇന്നും നന്ദിയോട് ഓർക്കുന്നു. ഞങ്ങളുടെ വീട്ടിലോട് ഞങ്ങൾ ക്ഷണിച്ചിരുന്നു, പക്ഷേ പാസ്റ്റർക്ക് ഭയങ്കര തിരക്കുള്ളൊരു ദൈവദാസനാണെന്ന് എനിക്ക് നാട്ടിൽ ചിലപ്പോൾ മനസ്സിലായി. ഞങ്ങൾക്ക് ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ചർച്ചിലെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ സ്നേഹാന്വേഷണം അറിയിക്കണം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ചാണ്, അവരുടെ മാതൃ ചർച്ചാണ്, അവരുടെ വീടിനോട് ചേർന്നുള്ള ചർച്ചാണ്. ദൈവം ദൈവദാസനെ ഈ സമയങ്ങളിലൊക്കെ എടുത്തുപയോഗിക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. ആൻറ്റിക്ക് നന്ദി പറയുന്നു. എല്ലാവരെയും ഞങ്ങൾ സ്നേഹാന്വേഷണം വിളിക്കുമ്പോൾ അറിയിക്കുക. താങ്ക് യു. Okay, I believe that we are going to take the offering at this time, and Sister Jessie is going to sing. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അങ്ങനെയായി. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ
പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അപേക്ഷകളെ കൈക്കൊള്ളുവാൻ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് അതിന് ഉത്തരം നൽകുന്ന ഒരു ദൈവം ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതുകൊണ്ട് സ്തോത്രം. കർത്താവേ, ഇന്ന് സഭയായി ഞങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രിയാച്ചായനെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ദാസനെ ദൈവം ശക്തീകരിക്കണമേ, ശാരീരികമായി ബലപ്പെടുത്തണമേ, ആത്മാവിൽ ധൈര്യപ്പെടുത്തണമേ, ദൈവ കൃപയിൽ കർത്താവ് സൂക്ഷിക്കണമേ എന്ന് ഞങ്ങൾ തിരുനാമത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ ദാസനെ എത്രത്തോളം ദൈവം സൂക്ഷിച്ചു, പരിപാലിച്ചു, രോഗങ്ങളിൽ നിന്ന് വെടിവെച്ചു, പ്രയാസത്തിന്റെ ഘട്ടങ്ങളിൽ കടന്നുപോയപ്പോൾ അവിടുത്തെ കരത്തിൽ അവിടുത്തെ പരിപാലിച്ച് ഇത്രത്തോളം തുടർന്ന് ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ദൈവം തന്നെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഗ്രഹങ്ങളെ ഒക്കെ ദൈവം സാധിപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശിശുദിനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസിയെ കർത്താവ് ശരീരത്തിലും ആത്മാവിലും മനസ്സിലും ബലപ്പെടുത്തിക്കൊള്ളണം. കർത്താവ്, ഒരു ദോഷവും തട്ടാതെ വണ്ണം ദൈവത്തിന്റെ കൃപയിൽ കർത്താവ് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവ് എല്ലാ കാര്യങ്ങളെയും സഫലമാക്കി കൊടുക്കുന്ന ഒരു ദൈവത്തിന്റെ കൃപ ഉള്ളതിനാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രിയ മദീനമോളെ അവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രിയ പൈതലിന്റെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ആരോഗ്യത്തോടെ ജീവിക്കുവാൻ, കർത്താവെ, ദൈവകൃപയോടുകൂടി ജീവിക്കുവാൻ, ബുദ്ധിയോടും ജ്ഞാനത്തോടും പരിജ്ഞാനത്തോടും ജീവിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. എല്ലാറ്റിലും ഏർപ്പെടുന്ന എല്ലാറ്റിലും ദൈവം അനുഗ്രഹത്തെ കൊടുക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രിയ ആര്യസിസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ല എങ്കിലും ആയിരിക്കുന്ന ഇടത്ത് സഹായിക്കണമേ, ദൈവകൃപയിൽ സൂക്ഷിക്കണമേ. ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഇന്ന് പ്രത്യേകിച്ച് പ്രിയ പിന്നെ ഒരു ആനിവേഴ്സറി കൂടി സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവകൃപ അവരുടെ മേൽ വരുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. പ്രിയ മകൾ വേവയെ കർത്താവ് അനുഗ്രഹിക്കണം. ദൈവത്തിന്റെ ഭാവി കാര്യങ്ങളൊക്കെ ദൈവം ക്രമീകരിച്ചു കൊടുക്കുന്നതിനാൽ നന്ദിയോട് സ്തോത്രം. കർത്താവെ, പ്രിയ വിൽസനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എന്റെ ദാസന്റെ മേലുള്ള ദൈവകൃപയ്ക്കായി ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവെ, മിനിസ്റ്ററിനെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, അവർ ഇരുവരും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അധികം അധ്വാനിച്ച് അവരെ ലാഭോളം പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തിയെയും കർത്താവ് അനുഗ്രഹിക്കുന്നതിനാൽ നന്ദിയോട് സ്തോത്രം. അവർക്ക് ദാനമായി കൊടുത്തിരിക്കുന്ന 2 മക്കളെയും ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്ന. ആയുഷിനെ കർത്താവ് അനുഗ്രഹിക്കണമേ, ആയുഷിനെ കർത്താവ് അനുഗ്രഹിക്കണമേ. അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ഭാവി കർത്താവ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ അമ്മച്ചിയെ ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ദാസിയെ ആരോഗ്യത്തോടും ബലത്തോടും മാനസികമായ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി കർത്താവ് സൂക്ഷിക്കുന്നത് കൊണ്ട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്ന. കർത്താവേ, പാസ്റ്റർ ജോൺ തോമസിനെയും ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. സെൽസി അവിടുത്തെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവർ നാട്ടിലായിരുന്നപ്പോൾ ദൈവരെ സൂക്ഷിച്ച് പരിപാലിച്ചു. കാല സൗഖ്യത്തോടെ ഇവിടെ ആയിരിക്കുവാൻ ദൈവം സഹായിക്കുന്നത് കൊണ്ട് ദൈവത്തിനെ ശുശ്രൂഷിക്കുവാൻ ആവശ്യമായ പരിശുദ്ധാത്മാവിന്റെ കൃപയാതിന്റെ ഭവനം നിറയ്ക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ആരാധനയിൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന സാലി ആന്റിക്കായി സ്തോത്രം. പ്രിയ മക്കൾ ഈ ഒരു പ്രാവശ്യം കൂടെ ഇവിടെ കടന്നു വരുവാൻ ദൈവത്തെ സഹായിച്ചു. ജെഫിനെ കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രിയ ബെഞ്ചമിനെ കർത്താവ് അനുഗ്രഹിക്കണം. ആ കുടുംബത്തെ സമ്പൂർണ്ണമായി ഞങ്ങളുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പേര് പറയാത്തവരും പേര് പറഞ്ഞവരും എല്ലാവരും ദൈവകൃപയാൽ അനുഗ്രഹിക്കപ്പെടുവാൻ, കർത്താവിന്റെ കരസ്പർശനം എല്ലാവരുടെയും ഉണ്ടാകുവാൻ ഞങ്ങൾ ആ കുടുംബത്തെ അവിടുത്തെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ കർത്താവിനെ സ്നേഹിച്ചെടുത്തിരിക്കുന്ന സ്തോത്ര പരിപാടിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടെ അതിലേക്ക് കൊടുത്തിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുകയും ഓരോരുത്തരുടെയും ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും ഒക്കെ തീർന്നു പോകുന്നതുപോലെ സ്വർഗത്തിന്റെ കലവറകളെ തുറന്ന് ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷയെല്ലാം കർത്താവ് അനുഗ്രഹിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ തിരുനാമത്തെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
Praise the Lord. Novena Moore will come forward and read scripture portion for today's message. Colossians chapter 4, verse 12. Epaphras, who is one of your number, a bondslave of Jesus Christ, sends you his greetings, always laboring earnestly for you in his prayers, that you may stand perfectly and full assured in all the will of God. Thank you. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ആഴമായി സ്നേഹിക്കുന്ന കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ സഭയും കടന്നു വന്ന് എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ഇങ്ങനൊരു വിലപ്പെട്ട അവസരം ഞങ്ങൾക്ക് കുടുംബമായി കർത്താവ് സാധ്യമാക്കിയതിൽ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ അത്യധികമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ സഭയുടെ ലീഡ് പാസ്റ്റർ ഡോക്ടർ നെൽസൺ ബി ജോൺ, തൻ്റെ സഹധർമ്മിണി സിസ്റ്റർ ആനി, നമ്മുടെ സഭയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ നാട്ടിലായിരുന്നപ്പോഴായിരുന്നു പ്രിയ അമ്മച്ചിയുടെ വേർപാട്. അത് ഞങ്ങളുടെ മനസ്സിനെയും ആഴമായി വേദനപ്പെടുത്തി. ഞങ്ങൾ ദൂരത്തായിരുന്നുവെങ്കിലും സമീപത്തെന്ന പോലെ ഓർത്ത് പ്രാർത്ഥിപ്പാനും ആ ശുശ്രൂഷകൾ നേരിട്ട് കണ്ട് സഹകരിപ്പാനും കർത്താവ് അവസരം നൽകി. പ്രത്യേകാല പ്രിയ അച്ചായൻ, മക്കള് സിസ്റ്റർ ജെസി, ബബീന മോള്, ബ്രദർ ഡേവിഡ്, മകനെ, കുടുംബം എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിപ്പാനും കർത്താവ് അവസരം നൽകി. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം പ്രിയപ്പെട്ടവരിൽ എന്നും എപ്പോഴും വസിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. ചില വേർപാടുകൾ ഇന്നത്തേതിൽ ഓർത്ത് ദൈവത്തിന് മഹത്വമർപ്പിക്കുവാനായിട്ട് സാധിക്കും. അമ്മച്ചിയെക്കുറിച്ച് ജീവിച്ച കാലത്ത് അധികം കേൾപ്പാനായിട്ട് കഴിഞ്ഞില്ലെങ്കിലും മരണശേഷം അമ്മച്ചി ജീവിച്ച കാലത്ത് വിശ്വാസം എങ്ങനെ കാത്തു എന്നുള്ള ആ വാക്കുകൾ എന്നെ വളരെ ധൈര്യപ്പെടുത്തി. ജീവിതത്തിൽ പ്രശ്നസങ്കീർണമായ രോഗാവസ്ഥകൾ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോഴും വിശ്വാസ രോഗശാന്തിയിൽ ഉറച്ചു നിന്ന് ഏതാണ്ട് ഒരു 1/4 നൂറ്റാണ്ട് മുൻപോട്ട് ജീവിക്കാനുള്ള അവസരവും ഭാഗ്യവും കർത്താവ് നൽകി. എത്ര ധന്യമാർന്ന ജീവിതമായിരുന്നു. സ്തോത്രം. അത് ഓർക്കുമ്പോൾ നാം സേവിക്കുന്ന നമ്മുടെ കർത്താവ് എത്ര നല്ലവൻ, എത്ര വിശ്വസ്തൻ എന്നോർത്ത് കർത്താവിന് മഹത്വം അർപ്പിക്കുവാൻ സാധിക്കും. എൻ്റെ കുടുംബവും ഞങ്ങൾ പെന്തക്കോസ്തിൽ ജനിച്ചവരല്ലായിരുന്നു. പെന്തക്കോസ്ത് വിശ്വാസത്തിൽ എപ്പിസ്കോപ്പൽ സഭകളിൽ നിന്ന് കടന്നു വന്നവരായി. എൻ്റെ അമ്മ, എൻ്റെ സഹോദരൻ ദീർഘസംവത്സരങ്ങൾ വിശ്വാസ രോഗശാന്തിയിൽ അവർ പിടിച്ച് നിന്നവരായി. അത് അനേകർക്ക് സാക്ഷ്യമായി. എൻ്റെ ഭാര്യയുടെ പിതാവ്, അദ്ദേഹം ഒരു ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായിരുന്നു. ചെന്നിത്തല ജേക്കബ് സാർ എന്നായിരുന്നു അദ്ദേഹത്തെ അറിയപ്പെട്ടു. PJ ജേക്കബ് മരണപര്യന്തം മരുന്നെടുക്കാതെ കർത്താവിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ബന്ധങ്ങൾ, സ്വന്തങ്ങളൊക്കെ ഒരുപാട് നിർബന്ധിച്ച് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് അവസാന നാളുകളിൽ പരിശ്രമിച്ചപ്പോഴും ഏത് വിശ്വാസം ഏറ്റുപറഞ്ഞോ അവസാന ശ്വാസം വരെ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ കർത്താവ് സാധ്യമാക്കി. ഇങ്ങനെ ഈ പെന്തക്കോസ്ത് സത്യങ്ങൾക്ക് വേണ്ടി, വിശ്വാസങ്ങൾക്ക് വേണ്ടി വില കൊടുത്ത് ഇറങ്ങി പുറപ്പെട്ട ഒരു കുടുംബമാണ് എൻ്റെ കുടുംബം. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെയും കാണുമ്പോൾ എൻ്റെ ഹൃദയം അധികം സന്തോഷിപ്പാനും ആനന്ദിപ്പാനും ഇടയായിത്തീരും. ഈ സഭയെ ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം വളരെ സന്തോഷിക്കും. ബ്രദർ വിൽസൺ ഇവിടെ സാക്ഷ്യം പ്രസ്താവിച്ചു. ഞങ്ങളെ മാവേലിക്കരയുള്ള സഭയിൽ
പ്രിയ ബ്രദർ വിൽസനും സിസ്റ്റർ മിനിയും അമ്മച്ചിയും കടന്നു വരുമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അന്ന് പ്രത്യേക സാഹചര്യത്തിൽ കടന്നു വരാൻ കഴിഞ്ഞില്ല. കടന്നു വന്നത് എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു. പ്രത്യേകിച്ച് സിസ്റ്റർ മിനിയുടെ സാക്ഷി എല്ലാവർക്കും വലിയ പ്രചോദനവും ധൈര്യവും ഉറപ്പ് നൽകി. ബ്രദർ വിൽസന്റെ പ്രബോധനവും സഭയ്ക്ക് അനുഗ്രഹമായി. ബ്രദർ വിൽസൺ ഓർപ്പിച്ചതുപോലെ നാട്ടിൽ കടന്നു ചെന്നാൽ ഒരു ദിവസം പോലും വെറുതെ മാറിയിരിക്കാനായിട്ടുള്ള സമയങ്ങളിൽ അവിടെ ശുശ്രൂഷിക്കുന്ന സഭയുടെ വിശുദ്ധ ആരാധന, ഭവന പ്രാർത്ഥനകൾ, സഹോദരീ സഭകളുടെ വിശേഷമായ ശുശ്രൂഷകൾ, ഇതൊക്കെ ചെയ്തെടുക്കേണ്ടതിന് കടന്നു പോകേണ്ടതായ സാഹചര്യമുണ്ട്. ആ മേഖലയിൽ തന്നെ 10 സഭകൾ, പാസ്റ്റേഴ്സിൻ്റെ സമ്മേളനങ്ങൾ, ഇതിനെല്ലാം ചുമതല കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ. കഴിഞ്ഞുപോയ 6 മാസം കർത്താവ് ഇതുവരെ അവിടെ ക്ഷമത്തോടെ കാത്തു. ഈ സഭയുടെ കർത്താവിൻ്റെ ദാസൻ്റെയും ഈ സഭയുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥന ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. ഞങ്ങളെവിടെ ആയിരുന്നപ്പോൾ എല്ലാവരെയും പേർ ചൊല്ലി പ്രാർത്ഥിക്കാനും കർത്താവ് ഞങ്ങൾക്ക് അവസരം നൽകി. നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും പേരുകൾ നമുക്ക് നേരിട്ടറിയാം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഒരു ലിസ്റ്റ് നോക്കാതെ നമ്മുടെ മനസ്സിൽ നിന്ന് ഓർത്തെടുത്ത് ഓരോരുത്തരെയും മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കാനും കർത്താവ് നമുക്ക് അവസരങ്ങളെ നൽകുന്നല്ലോ. എത്ര വലിയ സന്തോഷം. സ്തോത്രം. മാവേലിക്കര സഭയ്ക്ക് വേണ്ടിയും വിശേഷാൽ പ്രാർത്ഥിക്കണം. അവിടെയുള്ള ദൈവജനം നമ്മുടെ ഇവിടുത്തെ ദൈവജനത്തെ പോലെയാണ്. തമ്മിൽ സ്നേഹിക്കുന്നവർ, സഹകരിക്കുന്നവർ, ആത്മാർത്ഥമായിട്ട് ഒരു മനസ്സോടെ തോട് കൊടുത്ത് ഒരു കണ്ണിക്ക് പോലും ഇടമില്ലാതെ വണ്ണം ഐക്യതയോടെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു സഭയാണ്. സഭയ്ക്ക് വേണ്ടിയും വിശേഷാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വേഗത്തിൽ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കട്ടെ. ഞാൻ വചന ശുശ്രൂഷയുടെ സമയത്ത് കുടുംബവിശേഷങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രസ്താവിക്കാറില്ല. ചില കാര്യങ്ങൾ എൻ്റെ വാത്സല്യ പ്രിയപ്പെട്ടവരോട് പറയുവാനുണ്ട്. അത് നമ്മുടെ സ്വകാര്യ സംഭാഷണത്തിൽ ഞാൻ ഓർപ്പിച്ചോളാം. ദൈവത്തിന് സ്തോത്രം. വചന ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുക. കർത്താവിൻ്റെ വചനം ശുശ്രൂഷിപ്പാനായിട്ടുള്ള അവസരം കർത്താവിൻ്റെ ദാസൻ ഇന്ന് എനിക്ക് ഒരുക്കി തന്നതിൽ പ്രത്യേകമുള്ള നന്ദി ഞാൻ അറിയിക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ് നാം ഇന്നത്തെ ധ്യാനത്തിനായിട്ട് വായിച്ച് കേട്ടത്. എപ്പഫ്രാസ് എന്ന ഒരു സുവിശേഷകൻ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ്. പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടുന്നവനായി. എന്തിനു വേണ്ടി പ്രാർത്ഥനയിൽ താൻ പോരാടി എന്ന് ആ ചെറിയ വാക്യശകലത്തിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നു. കൊലോസ്യ സഭ പൗലോസിൻ്റെ 14 ലേഖനങ്ങളിൽ ഉൾപ്പെട്ട ഒരു സഭയാണ്. പൗലോസിൻ്റെ 1-ാം കാരാഗ്രഹവാസകാലത്ത് AD 60 2 വർഷം റോമിലെ കാരാഗ്രഹത്തിൽ പാർക്കുമ്പോൾ 4 ലേഖനങ്ങൾ എഴുതി. ആദ്യം എഴുതിയ ലേഖനം എഫേസ്യ ലേഖനം. എഫേസ്യ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. രണ്ടാമത് എഴുതിയ ലേഖനമാണ് കൊലോസ്യ ലേഖനം. കൊലോസ്യ ലേഖനത്തിൻ്റെ പ്രതിപാദ്യ വിഷയം ശരീരമാകുന്ന സഭയുടെ തലയാകുന്ന ക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ തലയാകുന്ന ക്രിസ്തു. ആ വിഷയമാണ് പൗലോസ് ഈ ലേഖനത്തിൽ എഴുതി നമുക്ക് നൽകി തന്നിട്ടുള്ളത്. പൗലോസിൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ പൗലോസ് കൊലോസ്യ പട്ടണം സന്ദർശിച്ചിട്ടില്ലായി. ലേഖനങ്ങളുടെ പട്ടികയിൽ പൗലോസ് എഴുതിയ 14 ലേഖനങ്ങളിൽ 1-ാമത് ഉപദേശപരമായി ചേർത്തിരിക്കുന്നത് റോമാലേഖനമാണ്. എഴുതിയ കാലക്കണക്കനുസരിച്ച് ക്രോണോളജിക്കലായി പൗലോസിൻ്റെ ലേഖനങ്ങൾ, ആദ്യത്തെ ലേഖനങ്ങൾ 1 തെസ്സലോനിക്ക ലേഖനമായി AD 53 എഴുതിയ ലേഖനം. എന്നാൽ ഉപദേശപരമായിട്ടാണ് ലേഖനങ്ങൾ
കാനൂനികമായി പുസ്തകത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത്. പൗലോസ് റോം സന്ദർശിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും റോമിലുള്ള വിശുദ്ധന്മാർക്ക് ഒരു ലേഖനം എഴുതി അയച്ചു. ആ ലേഖനമാണ് ഒന്നാമത് നമ്മൾ വായിക്കുന്നത്. അതുപോലെ കൊലോസ്യ പട്ടണത്തിൽ പൗലോസ് പോയി ശുശ്രൂഷ ചെയ്തിട്ടില്ലായിരുന്നു എങ്കിലും അവിടെയുള്ള വിശ്വാസ സമൂഹത്തിന് എഴുതി അയച്ച ലേഖനമാണ് ഇന്ന് നമ്മുടെ പക്കൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിലെ ഒരു വാക്യശകലമാണ് ഇന്നത്തെ ധ്യാനത്തിനായിട്ട് വായിപ്പാനായിട്ട് നമുക്കിടയാണ്. പ്രവൃത്തിയുള്ള പുസ്തകം 20-ാം അധ്യായത്തിൽ ഏതാണ്ട് 3 സംവത്സരം പൗലോസ് എഫെസോസിൽ പാർത്ത് ശുശ്രൂഷ ചെയ്തതായി നാം വായിക്കുന്നു. തലഫലമായി അവിടെ ഒരു സഭ രൂപീകൃതമായി. ആ സഭയുടെ പേരാണ് ദ ചർച്ച് അറ്റ് എഫേസസ്, എഫെസോസിലെ സഭ. ആ സഭയ്ക്ക് പൗലോസ് എഴുതി അയച്ച ലേഖനം നമ്മുടെ മുൻപിൽ ഉണ്ടല്ലോ. എഫെസോസിൽ നിന്ന് ഏതാണ്ട് 100 മൈൽ ജിയോഗ്രാഫിക്കലായി ദൂരമുള്ള സ്ഥലമാണ് ഈ കൊലോസെ എന്നുള്ള ദേശം. ആ ദേശത്ത് ഒരു സഭ രൂപീകൃതമാകുവാനായിട്ടിടയായി. അത് എങ്ങനെ രൂപീകൃതമായി എന്ന് നാം ഈ പുസ്തകങ്ങളൊക്കെ ചേർത്ത് പഠിക്കുമ്പോൾ പൗലോസിൻ്റെ ഒരു സഹശുശ്രൂഷകനായിരുന്ന, സഹഭൃത്യനായിരുന്ന, പൗലോസിൻ്റെ ശുശ്രൂഷയാൽ രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വന്ന എപ്പഫ്രാസ് ആ നാട്ടുകാരനായിരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കുറിവാക്യം 12-ാം വാക്യം നമ്മൾ വായിച്ചു തുടങ്ങുന്നത്, നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ്. നിങ്ങളിൽ ഒരുത്തൻ എന്ന് പറഞ്ഞാൽ എപ്പഫ്രാസും കൊലോസെ എന്ന ആ നാട്ടുകാരനായിരുന്നു. എപ്പഫ്രാസ് രക്ഷിക്കപ്പെട്ട് ദൈവകൃപ പ്രാപിച്ച് ആ ദേശത്ത് പാർത്ത് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് കൊലോസ്യയിൽ ഒരു സഭ രൂപീകൃതമാകുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇതുപോലെയാണ് റോമിലും സഭ രൂപീകൃതമായത്. പത്രോസോ പൗലോസോ പോയി പ്രവർത്തിച്ച് അവിടെ ആരംഭിച്ചതല്ല. പെന്തക്കോസ്ത് നാളിൽ ഇന്ന് കർത്താവിന്റെ ദാസൻ പ്രാരംഭത്തിൽ വായിച്ച് കേൾപ്പിച്ച പ്രകാരം പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ച് അവർ തങ്ങളുടെ ദേശത്ത്, സ്വന്തം ദേശത്ത് റോമിൽ ചെന്ന് അവരുടെ പ്രവർത്തന ഫലമായിട്ട് അവിടെ രൂപീകൃതമായ സഭയാണ് റോമിലെ സഭ. ഇവിടെ എപ്പഫ്രാസിന്റെ പ്രവർത്തന ഫലമായി അവിടെ ഒരു സഭ രൂപീകരിക്കപ്പെട്ടു. ആ സഭയുടെ പേരാണ് കൊലോസ്യയിലെ സഭ. ദൈവത്തിന് സ്തോത്രം. എപ്പഫ്രാസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അവൻ പ്രാർത്ഥനയിൽ പോരാടുന്നവനായിരുന്നു. പ്രാർത്ഥനയിൽ പോരാടിയ എപ്പഫ്രാസിന്റെ കണ്ണുനീരിന്റെ പ്രാർത്ഥനയുടെ അതേ പ്രവർത്തനത്തിന്റെ ഫലമായി കൊലോസ്യയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ രൂപീകരിക്കപ്പെട്ടു. പൗലോസ് റോമിലെ കാരാഗൃഹത്തിൽ പാർത്തി ലേഖനം എഴുതുവാനുണ്ടായ കാരണം എപ്പഫ്രാസ് കൊലോസ്യയിലുണ്ടായ അവിടെ സംഭവിച്ച ചില കാര്യങ്ങൾ പൗലോസിനെ എഴുതി അറിയിച്ചു. അപ്പോൾ പൗലോസ് ഒരു ലേഖനം എഴുതി. പൗലോസിന് എപ്പോഴും സുവിശേഷ വേല ചെയ്ത് താൻ ദൈവകൃപയിലേക്ക് കൊണ്ടുവന്ന വ്യക്തികളുടെ ഒരു ആത്മീയ പിതൃത്വം പൗലോസിന് ഉണ്ടായിരുന്നത് കൊണ്ട് പൗലോസ് ഒരു ലേഖനം എഴുതി അയക്കുമ്പോൾ അവിടെയുള്ള വിശ്വാസ സമൂഹം അത് ഹൃദയമായി ഏറ്റെടുത്ത് അനുസരിപ്പാൻ ഒരുക്കമുള്ളവരായിട്ട്. ഈ കാലത്ത് അവിടെ ഒരു ദുരുപദേശം കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിൻ്റെ പേരാണ് നോസ്റ്റിസിസം എന്നുള്ളത്. നോസ്റ്റിസിസം അവിടെ പ്രവേശിച്ചു. ആ ഉപദേശം അനേക വിഷയങ്ങൾ ലിസ്റ്റ് രൂപത്തിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു ദുരുപദേശം എന്നുള്ളത് നോസ്റ്റിക്സ് അവർ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ അംഗീകരിക്കുന്നില്ല. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഹി വാസ് ബോത്ത് ഹ്യൂമൻ ആൻഡ് ഡിവൈൻ. യേശുക്രിസ്തു മനുഷ്യനും ദൈവവുമായിരുന്നു, പൂർണ്ണ ദൈവമായി. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ അംഗീകരിക്കാതെ യേശുക്രിസ്തു കേവലം മനുഷ്യനായി. അതുകൊണ്ട് ആ ദുരുപദേശത്തെ ഖണ്ഡിക്കേണ്ടതിനും കൂടി പൗലോസ് ഈ ലേഖനം എഴുതി അവർക്ക് അയച്ചു. പിന്നീട് ആ ദുരുപദേശമെല്ലാം ആ സഭയിൽ നിന്ന് നീക്കം ചെയ്യുവാനും ഈ ലേഖനം മുഖേന സാധ്യമായി എന്ന് പിന്നീട് നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ കാരാഗൃഹത്തിൽ പാർത്ത് പൗലോസിന്റെ ഒരു സഹശുശ്രൂഷകനായിരുന്ന തിഹിക്കോസിന്റെ കൈവശം ഈ ലേഖനം എഴുതി
എപ്പഫ്രാസിന് അയച്ചു കൊടുത്ത് എപ്പഫ്രാസ് ഈ ലേഖനം ആ സഭയിൽ വായിച്ച് കേൾപ്പിക്കുവാനും അങ്ങനെ ആ സഭയിൽ സമൂലമായ അനുതാപവും രൂപാന്തരവും സംഭവിച്ച് ജനമെല്ലാം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് മടങ്ങി വരുവാനും ഇടയായി തീർന്നു എന്നുള്ളതാണ് ഇതിന്റെ മുഖവുരയിൽ. അത്രയും കാര്യം ഞാൻ ഓർപ്പിച്ച് അവസാനിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഈ വാക്യത്തിൽ നാം വായിച്ച് കേൾക്കുന്ന ഒരു പ്രധാന ചിന്ത എന്നുള്ളത് പ്രാർത്ഥനയിൽ പോരാടുന്ന എപ്പഫ്രാസ് എന്നുള്ളതാണ്. കഴിഞ്ഞുപോയ 6 മാസം നമ്മുടെ കേരളത്തിൽ വചനങ്ങൾ ശുശ്രൂഷിച്ച് ആ കാലഘട്ടത്തിൽ അനേക വചനങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ അവിടെ ശുശ്രൂഷിക്കുന്ന സഭ 30 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ്. ഒരു ഞായറാഴ്ച ശുശ്രൂഷിക്കുന്ന വചനം അടുത്ത ഞായറാഴ്ച ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല. കാരണം എന്നും ഒരു സഭയിൽ തന്നെ ആയതുകൊണ്ട് സ്ഥലമാറ്റമുള്ള സഭാ ശുശ്രൂഷകന്മാർക്ക് അത് ബാധകമല്ല. അനവധി ദൈവവചന ശുശ്രൂഷകൾ നിവർത്തിച്ചിട്ടുണ്ട്. എങ്കിലും കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ പരമാർത്ഥ മനസ്സിനെ ആഴമായി ഉണർത്തിയതായ ഒരു വാക്യശകലമാണ് ഇന്ന് നമ്മുടെ ധ്യാനത്തിനായിട്ട് വായിച്ച് കേട്ടത്. പ്രാർത്ഥനയിൽ പോരാടുന്ന എപ്പഫ്രാസ്. പ്രാർത്ഥനയിൽ എപ്പഫ്രാസ് പോരാടിയതിൻ്റെ ഫലമായി കൊലോസ്യയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ രൂപീകൃതമാകുവാൻ ഇടയായിട്ടുണ്ട്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ, ഈ വചനം കേട്ട് ഈ വചനധ്യാനം അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ കടന്നു വന്ന ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ഞാൻ ഉൾപ്പെടെ നാം ഓരോരുത്തരും പ്രാർത്ഥനയിൽ പോരാടുന്ന സ്തോത്രം. ശ്രദ്ധിക്കണമേ, പൗലോസ് ഓർപ്പിച്ചത് എപ്പഫ്രാസ് കൊലോസ്യയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരുന്നു. സ്തോത്രം. ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്ന ഒരു വ്യക്തിയായി എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഈ വചന കേൾവിയുടെ നിമിഷങ്ങളിൽ നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ സ്ഥിതികളെ എല്ലാം കർത്താവ് മാറ്റിയെടുത്ത് സ്തോത്രം അധികം ആത്മാക്കളെ കൊണ്ട് നമ്മുടെ സഭ നിറയപ്പെടുവാൻ ഇടയായി തീരും. കർത്താവിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിൽ 30 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങളുടെ 4 മക്കളും 6 മാസം ഞങ്ങളുടെ വീട്ടിലെ ഒരു മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചു. ഞായറാഴ്ചകളിൽ ആരാധിച്ചു. അതിനുശേഷം ഓരോരുത്തരായിട്ട് അവിടേക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ട് എന്ന് അറിഞ്ഞു വരുവാനായിട്ടിടയായി. ഏതാണ്ട് 120 അംഗങ്ങളുള്ള, ശ്രദ്ധിക്കണം, മാവേലിക്കര എന്ന ചെറിയ പട്ടണത്തിൽ ഏതാണ്ട് 35 സഭകൾ ഉള്ളിടത്താണ് ഈ 120 അംഗങ്ങൾ എന്ന് ഞാൻ ഓർപ്പിച്ചതും അത്രത്തോളം ആ സഭ നിറയുവാനായിട്ട് ഇടയായി. എന്നാൽ ഇന്ന് കേരളത്തിലെ സ്ഥിതിയെക്കുറിച്ച് നമുക്കറിയാം. 18 വയസ്സ് കഴിയുമ്പോൾ കുട്ടികളൊക്കെ ഉപരിപഠനത്തിന് പുറത്തേക്ക് പോകുന്നു. കൂടുതലും വാർദ്ധക്യത്തിൽ എത്തിയവരാണ്. എങ്കിലും അവിടെയുള്ള സഭയിൽ കുറെ യൗവനക്കാരെത്തികളുണ്ട്. എല്ലാവരും സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന അങ്ങനെ തന്നെയാണ്. ഞാനും നിങ്ങളോടൊപ്പം വരും കാലങ്ങളിൽ ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്ന ഒരു വ്യക്തിയായി തീരും. സ്തോത്രം. നമ്മുടെ സഭയുടെ അതിരിനെ കർത്താവ് വിശാലമാക്കണം. എഫേസ് പ്രാർത്ഥിച്ചതുപോലെ നിശ്ചയമായും കർത്താവ് നമ്മെ അനുഗ്രഹിക്കണം. ഒടുവിൽ നാം വായിക്കുന്നത്, അവൻ അപേക്ഷിച്ചത് ദൈവം അവന് നൽകി. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി. നമുക്കറിയാം, ഈ ഭൂമിയിൽ ഭൗതികമായി നാം എന്ത് നേടിയാലും അതെല്ലാം നമ്മൾ ഇവിടെ വിട്ടേച്ചു പോകേണ്ടവരാണ്. കർത്താവിന് വേണ്ടി നാം എന്ത് നേടിയോ അതിനുവേണ്ടിയാണ് നമുക്ക് ഒടുക്കത്തെ നാളിൽ പ്രതിഫലം ലഭിക്കുന്നത്. പ്രതിഫലം വിഭാഗിക്കുന്ന നാളിൽ നമ്മുടെ പ്രതിഫലം ശുഷ്കമായി പോകാതിരിക്കേണ്ടതിന് നമ്മൾ ആവോളം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് നമ്മെ ഒരുക്കട്ടെ. അതുകൊണ്ട് ഏതു നേരത്തും നമ്മൾ പ്രാർത്ഥനയ്ക്കായി മുട്ടുകുത്തുമ്പോൾ എപ്പഫ്രാസിനെ പോലെ പ്രാർത്ഥനയിൽ പോരാടുന്ന ഒരു വ്യക്തിയായി തീരുവാൻ കർത്താവ് നമ്മെ ശക്തീകരിക്കേണ്ടതിന്, നമ്മെ അഭിഷേകം ചെയ്യേണ്ടതിനായി നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. പോരാടുക, പ്രാർത്ഥനയിൽ പോരാടുക എന്ന ആ മലയാള പദം ഗ്രീക്കിൽ നമുക്കറിയാം
പുതിയ നിയമം എഴുതിയത് ഗ്രീക്ക് ഭാഷയിലാണ്. ആ ഒരു പദത്തിന്റെ ഗ്രീക്ക് പദം എന്നുള്ളത് എഗോണിസ എന്ന പദമാണ്. അതിൽ നിന്നാണ് ആഗനൈസ് എന്ന ഇംഗ്ലീഷ് പദം രൂപപ്പെടുവാനായിട്ടിടയായത്. തീവ്രമായ ആഗ്രഹം, തീവ്രമായ ദുഃഖം, തീവ്രമായ സമർപ്പണം എന്നൊക്കെ ആ പദത്തിന് അർത്ഥമുണ്ട്. തീവ്രമായ ഒരാഗ്രഹമായിരുന്നു അതേ എപ്പഫ്രാസിനുണ്ടായിരുന്നത്, പ്രാർത്ഥിക്കണം എന്നുള്ളത്. ഈ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. പ്രാർത്ഥനയെക്കുറിച്ച് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. സ്തോത്രം. പുതിയ നിയമ വിശ്വാസികൾ തുടർച്ചയായി പ്രാർത്ഥനയിൽ എപ്പോഴും ഉറച്ചു നിൽക്കുന്നവരാണ്. പൗലോസിന്റെ ലേഖനങ്ങളിലെല്ലാം പ്രാർത്ഥനയെക്കുറിച്ച് വളരെ ആഴമായി അടിവരയിട്ട് ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കും. തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ഓർപ്പിക്കുന്നത് അതേ ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. പ്രാർത്ഥനയിൽ ഒരിക്കലും മടുത്തു പോകരുത്. നമ്മുടെ ഓരോ ദിവസത്തെ വചന കേൾവിയും നമ്മെ രൂപാന്തരത്തിലേക്ക് നയിക്കട്ടെ. നമ്മൾ ആള് മാറുന്നവരായി, സ്ഥിതിക്ക് ഭേദം വരുന്നവരായി തീരേണ്ടതിന് പ്രാർത്ഥനയിൽ ഒരു സംഘർഷം, പ്രാർത്ഥനയിൽ ഒരു മല്ലയുദ്ധം. NIV പോരാടുക എന്നുള്ളത് റെസ്ലിംഗ് എന്ന പദമാണ്. ന്യൂ KJV നാം അത് ഫെർവന്റ് പ്രയർ, തീഷ്ണമായ പ്രാർത്ഥന എന്നൊക്കെ അവിടെ വായിക്കുന്നുണ്ട്. സ്തോത്രം. 4-ാം അധ്യായം അതെ അതിന്റെ ആദ്യവാക്യങ്ങളിൽ പ്രാർത്ഥനയെ കുറിച്ച് നാം കേൾക്കുമ്പോൾ തന്നെ 1-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിലും അതിന്റെ ഒരു ചെറിയ ഭാഗം നാം വായിക്കുന്നുണ്ട്. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. നമ്മുടെ സംഘർഷങ്ങളിൽ ക്രിസ്തുവിന്റെ ശക്തി നമുക്കുള്ളിൽ ശക്തിയോടെ പ്രവർത്തിക്കുന്നുവെന്നും അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ തീഷ്ണതയോടെ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ഒരു ക്രിസ്തു വിശ്വാസിയായി നിലകൊള്ളുമ്പോൾ ജീവിതം സംഘർഷഭരിതമാണ്. ആ സംഘർഷഭരിതമായ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ ശക്തി നമ്മുടെ മൺകൂടാരത്തിൽ വ്യാപരിക്കുമ്പോൾ നമുക്ക് തീഷ്ണതയോടെ പ്രാർത്ഥിപ്പാനായി കർത്താവ് കൃപ നൽകണം. ഇവിടെ എപ്പഫ്രാസ് പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയിൽ പോരാടി. എന്തിനു വേണ്ടിയാണ്? എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം? 2 കാര്യങ്ങൾ മാത്രമാണ് നാം ഇവിടെ വായിക്കുന്നത്. ഒന്ന്, സ്തോത്രം. അതിലെ ആ വാക്യത്തിൽ തന്നെ വായിക്കുന്നു, നിങ്ങൾ തികഞ്ഞവരും. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, നിങ്ങൾ തികഞ്ഞവരും. സ്തോത്രം. വചനം കേൾക്കുന്നവർ ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരണം. തികഞ്ഞവരായി തീരണം. 1-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഓർപ്പിക്കുന്നത് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്. പൗലോസിന്റെ ശുശ്രൂഷയുടെ മോട്ടോയാണിത്, ആത്യന്തിക ലക്ഷ്യം. സ്തോത്രം. ഓരോരുത്തരുടെയും ശുശ്രൂഷകൾക്കുള്ള ഒരു ലക്ഷ്യമാണ്, പൗലോസിന്റെ ലക്ഷ്യമാണ്. ഞാൻ പ്രസംഗിക്കുന്ന വചനം കൊണ്ട് എന്റെ പ്രാർത്ഥന നിമിത്തം ഓരോ വ്യക്തിയും അവർ എങ്ങനെയുള്ളവരായി തീരണം? അവർ ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരണം. വചനം കേൾക്കുന്നവർ ക്രിസ്തുവിൽ തികഞ്ഞവരാകണം. എന്താണ് ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരുക എന്ന ആ വാക്യശകലത്തിന്റെ പൊരുൾ എന്താണ്? 1 പത്രോസ് 1-ാം അധ്യായം 2-ാമത്തെ വാക്യം നാം എടുത്തു വായിക്കുമ്പോൾ അവിടെ നമുക്ക് അത് നന്നായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ശ്രദ്ധിക്കുക. ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിലും നിർമ്മലതയിലും ഭക്തിയിലും അനുസരണമുള്ള മക്കളായി തീരുക. ഒന്നുകൂടി ഞാൻ ഓർപ്പിക്കാം. എന്താണ് ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരുക? ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിലും നിർമ്മലതയിലും ഭക്തിയിലും അനുസരണമുള്ള മക്കളായി തീരുക. സ്തോത്രം. ഏത് മനുഷ്യനും ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരുക. 2-ാമത്തെ ഭാഗം എന്താണ്? ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കണം. ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കണം. 2-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ആ
സംബോധനയുടെ പൊരുൾ നാം മനസ്സിലാക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: സ്നേഹത്തിൽ ബലപ്പെട്ടിട്ട് ഹൃദയത്തിൽ ഐക്യതയുള്ളവരായിരിക്കണം. ഒന്നുകൂടി ഓർപ്പിക്കാം: സ്നേഹത്തിൽ ബലപ്പെട്ടിട്ട് ഹൃദയത്തിൽ ഐക്യതയുള്ളവരായിരിക്കുക. പൗലോസ് റോമിലുള്ള വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ അവരെ ഓർപ്പിക്കുന്ന ഒരു വാക്യശകലമുണ്ട്. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ദൈവത്തിന്റെ മനസ്സരി ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കുക. ദൈവഹിതം സംബന്ധിച്ചൊക്കെയും നിങ്ങൾ പൂർണ്ണ നിശ്ചയം ഉള്ളവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവഹിതം എന്താണ്? ദൈവഹിതം റോമാലേഖനം 12-ാം അധ്യായം 2-ാം അധ്യായത്തിൽ ആ വാക്യശകലം വളരെ ശ്രദ്ധേയമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവഹിതം എന്താണ്? ദൈവഹിതം അവിടെ നാം വായിക്കുന്നത് എന്താണ്? ദൈവഹിതം നാം ഇവിടെ വായിക്കുന്നത്, ഞാൻ അതൊരു ചെറിയ സെന്റൻസിൽ അതിന്റെ പൊരുൾ മനസ്സിലാക്കി തരാം. ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം നിവർത്തിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. ശ്രദ്ധിക്കണമേ, നാം ആയിരിക്കുന്നതായ ഈ ലോകം, അവിടെ നാം വായിച്ചു കേൾക്കുന്നത് ലോകത്തിന് അനുരൂപരാകാതെ, ഈ ലോകത്തിനൊരു വ്യവസ്ഥിതിയുണ്ട്. ആ വ്യവസ്ഥിതി അനുസരിച്ച് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുക. സാത്താന്റെ ആധിപത്യത്തിലാണ്. യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 31-ാമത്തെ വാക്യം, ലോകത്തിന്റെ പ്രഭു വരുന്നു, എനിക്ക് അവനുമായിട്ടൊരു കാര്യവുമില്ല. ലോകം ഇന്ന് ദുഷ്ടന്റെ അധീനതയിലാണ്. ലോക വ്യവസ്ഥിതി തിന്മ നിറഞ്ഞതാണ് എന്ന് ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ദൈവമക്കൾ എന്ത് ചെയ്യണം? ദൈവവചനത്തിന്റെ സത്യങ്ങളെ പ്രഘോഷിച്ചുകൊണ്ട് സാത്താന്യ വ്യവസ്ഥിതിയെ നമ്മൾ ബലഹീനമാക്കണം. ദൈവ വചനത്തിന്റെ സത്യങ്ങളെ പ്രഘോഷിച്ചുകൊണ്ട്. ഈ ലോകം സാത്താന്റെ അടിമത്തത്തിലാണ്. 3 പ്രാവശ്യം യേശുവിനെ പരീക്ഷിപ്പാനായിട്ട് സാത്താൻ വന്നു. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ വന്നു. ഈ 3 പരീക്ഷകളും എങ്ങനെയാണ് യേശു ക്രിസ്തു ഓവർകം ചെയ്തത്? അതെ, ദൈവവചനത്താൽ. ഈ 3 പരീക്ഷകൾക്ക് യേശു ഉത്തരം നൽകുമ്പോൾ യേശു ഒരു വാക്യശകലം, ഒരു വാക്ക് ചേർത്ത് പറയുന്നു, ഇങ്ങനെ തിരുവെഴുത്തുകളിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഇന്ന് നാം വസിക്കുന്ന ഈ ലോകത്തിന്റെ വ്യവസ്ഥിതി സാത്താന്റെ അധീനതയിലായിരിക്കുമ്പോൾ അതിനെ ബലഹീനമാക്കുവാൻ, ശൂന്യമാക്കുവാൻ, അതിനെ നിർജീവമാക്കുവാൻ ദൈവവചനത്തിന്റെ ഘോഷണത്തിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് ഈ ചെറിയ കൂട്ടായ്മയിലും ദൈവവചനത്തിന്റെ ഘോഷണം മുഴങ്ങി കേൾക്കുമ്പോൾ ഈ ദേശത്ത് വാഴുന്ന എല്ലാ അന്ധകാര ശക്തികളുടെ മേലെ നാം വിശ്വാസത്താല് ജയം അവകാശം കൊള്ളുകയാണ്. സ്തോത്രം. 3-ാമതായി, തിന്മയായതിനെ വെറുക്കുക, ത്യജിക്കുക, നീതിയായതിനെ സ്നേഹിക്കുക. സ്തോത്രം. 4-ാമതായി, ദൈവവചനം ധ്യാനിച്ച് നമ്മുടെ മനസ്സിനെ എപ്പോഴും ദൈവാനുരൂപമാക്കി തീർക്കുക. സ്തോത്രം. 2 കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു എപ്പഫ്രാസ് സഭയ്ക്ക് വേണ്ടി പോരാടിയത്. 1, നിങ്ങൾ ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരണം. ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിലും നിർമ്മലതയിലും ഭക്തിയിലും അനുസരണമുള്ള മക്കളായി നിങ്ങൾ തീരണം. 2-ാമതായിട്ട്, ദൈവഗീതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയം ഉള്ളവരായി. നോക്കണമേ, പൗലോസ് ചെന്നെത്തിയിട്ടില്ലാത്ത ഒരു ദേശത്ത് പൗലോസിന്റെ ശുശ്രൂഷയാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സുവിശേഷ വേലയ്ക്കായി സമർപ്പിതനായ എപ്പഫ്രാസ് എന്ന ഒരു മനുഷ്യൻ അവിടെ പോയി പ്രാർത്ഥനയിൽ പോരാടി കൊലോസ്യ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ രൂപീകരിക്കുവാനിടയായി. ഇന്ന് കടന്നു വന്നിരിക്കുന്ന എനിക്ക് വാത്സല്യമുള്ളവരെ, കർത്താവിനാൽ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മെ കേൾപ്പിച്ച ഈ സന്ദേശം ഒരു ചലഞ്ചായി ഏറ്റെടുത്തുകൊണ്ട് സ്തോത്രം. ഇവിടെയുള്ള ഓരോ പ്രിയപ്പെട്ടവരെയും കാണുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ച് വേർതിരിച്ച് ദൈവകൃപയിലേക്ക് കൊണ്ടുവന്നു. നമ്മെ കർത്താവിന് ആവശ്യമുണ്ട്.
കർത്താവിന് ആള് മാറി നമ്മെ തിരഞ്ഞെടുത്തതല്ല, തെറ്റുപറ്റി നമ്മെ തിരഞ്ഞെടുത്തതല്ല. കർത്താവിന് നമ്മെ ഉപയോഗിപ്പാനുണ്ട്. നമ്മെ മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് കർത്താവ് തിരഞ്ഞെടുത്തതാണ് എന്ന ബോധ്യത്തോടുകൂടി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരിലും കർത്താവ് ധാരാളം കൃപ നൽകി തന്നിട്ടുണ്ട്. വലിയ നിയോഗം ഇവിടെയുള്ളതായ ഓരോരുത്തരിലുമുണ്ട്. വലിയ താലന്തുകൾ കർത്താവ് ഓരോരുത്തരിലും നിക്ഷേപിച്ചിട്ടുണ്ട്. അത് ദൈവം നമുക്ക് നൽകി തരുന്ന സാഹചര്യങ്ങളിൽ, അവസരങ്ങളിൽ അത് വ്യാപാരം ചെയ്യുവാൻ ഈ കാലങ്ങളിൽ കർത്താവ് നമ്മെ ഒരുക്കുമാറാക്കട്ടെ. കർത്താവിന്റെ നാമത്തിൽ നാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഈ ഫോണി ദേശത്തെ പിടിച്ചടക്കി ആധിപത്യം വെച്ചിരിക്കുന്നതായ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം സൃഷ്ടിച്ച മനുഷ്യരെ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന സകല സാത്താന്യ ആധിപത്യങ്ങളിൽ നിന്നും അവരെ മോചിപ്പിച്ച് ക്രിസ്തുവിന് വേണ്ടി അവരെ പുറത്തു കൊണ്ടുവരുവാൻ വരും കാലങ്ങളിൽ ഈ സഭയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ അനേകരെ കർത്താവ് വിടുവിക്കേണ്ടതിന് ഇന്ന് കർത്താവെ ഇന്നു മുതൽ പ്രാർത്ഥനയിൽ പോരാടുന്ന ഒരു പ്രാർത്ഥന പോരാളിയായി എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ ഓർക്കണമേ, നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും പാഴായി പോവുകയില്ല, ഒരിക്കലും ശൂന്യമായി പോവുകയില്ല. കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നമ്മെ ഓരോരുത്തരെയും കർത്താവ് ശക്തീകരിക്കട്ടെ. നമുക്ക് മുൻപിൽ നിന്ന് നമ്മെ നയിക്കുന്ന കർത്താവിന്റെ ദാസനെ കർത്താവ് പ്രത്യേകാലം ആത്മാവിന്റെ അഭിഷേകത്താൽ നിറച്ച് കൃപാവരങ്ങളാൽ പിന്നെയും കർത്താവ് നിറച്ച് കർത്താവിന്റെ ദാസനോട് ചേർന്ന് നിന്ന് കൂട്ടായി തോളുകൊടുത്ത് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിപ്പാൻ നമ്മെ ഓരോരുത്തരെയും കർത്താവ് മുൻപോട്ടുള്ള നാളുകളിൽ പുതിയ എണ്ണയാൽ, പരിശുദ്ധാത്മാവിന്റെ പുതിയ എണ്ണയാൽ നമ്മെ അഭിഷേകം ചെയ്ത് കർത്താവ് നമ്മെ മുൻപോട്ട് നയിക്കട്ടെ. നമ്മുടെ ബലഹീനതകളെ കർത്താവ് മാറ്റട്ടെ. നമ്മുടെ രോഗങ്ങളെ കർത്താവ് അതെ സൗഖ്യമാക്കട്ടെ. കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ, അധ്വാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, അതേ നമ്മെ പുറകോട്ട് കൊണ്ടുപോകുന്ന എല്ലാ ശാരീരിക ബലഹീനതകളെയും എല്ലാ രോഗബന്ധനങ്ങളെയും കർത്താവ് അഴിച്ചു മാറ്റി ആരോഗ്യമുള്ള ശരീരം നൽകിത്തന്ന് ഉറപ്പും ധൈര്യവുമുള്ള മനസ്സിനെ നമുക്ക് നൽകിത്തന്ന് ആത്മാവിന്റെ ഇരട്ടി ശക്തിയോട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് നമ്മെ ഒരുക്കുമാറാക്കട്ടെ. ഏലിയാവ് എലീശയോട് ചോദിച്ചു, ഞാൻ എടുത്തു കൊള്ളപ്പെടുമ്പോൾ നിനക്ക് എന്ത് വേണം? എലീശ ഒന്നേ ആഗ്രഹിച്ചുള്ളൂ, ഒന്നേ പറഞ്ഞുള്ളൂ, എന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ. ഈ സംവത്സരത്തിന്റെ 5 മാസങ്ങൾ നമ്മെ വിട്ടുപോയി. 7 മാസങ്ങൾ കൂടിയുണ്ട്. വിട്ടുപോയ 5 മാസങ്ങൾ പോലെയല്ല ശേഷിക്കുന്ന മാസങ്ങള് ആത്മാവിന്റെ ഇരട്ടി ശക്തിയോടെ അഭിഷേകത്തോടെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ നമ്മെ ഓരോരുത്തരെയും കർത്താവ് ഒരുക്കട്ടെ. ഒരു നിമിഷം എല്ലാവരും തങ്ങളെ തന്നെ കർത്താവിനായി സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഇന്ന് കേൾപ്പിച്ച ഈ വചനത്തിന്റെ മുൻപാകെ എന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. അന്ന് കൊലോസ്യ സഭയിലെ എപ്പഫ്രാസിനെ പോലെ ഈ തലമുറയില് കർത്താവിനെ രൂപാന്തരപ്പെടുത്തി പ്രാർത്ഥനയിൽ പോരാടുന്ന നമുക്കറിയാം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും നന്നായി അറിയാം. ഏറിയ കാലമായി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേക വ്യക്തികളുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ, സ്വന്തങ്ങളിൽ, രക്തബന്ധങ്ങളിൽ, സ്നേഹിതരിൽ, ചാർച്ചക്കാരിൽ അനേകർ ഇന്നും രക്ഷിക്കപ്പെടുവാനുണ്ട്. കാലം അതിവിദൂരമല്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു അഴിച്ചുപണി ഇന്ന് നാം വരുത്തിക്കൊണ്ട് പ്രാർത്ഥനയിൽ പോരാടുന്നവരായി തീരുമ്പോൾ കർത്താവിന്റെ അത്ഭുതം നമ്മുടെ കണ്ണാലെ കാണുവാനിടയാണ്. ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മുന്നിൽ വെളിപ്പെടുവാനായിട്ടിടയായിത്തീരും. ഇന്നത്തെ വചന കേൾവി നിശ്ചയമായി കർത്താവ് നമുക്ക് അനുഗ്രഹമാക്കി തീരട്ടെ. മുൻപോട്ടുള്ളതായ ജീവിതത്തിൽ ആള് മാറിയവരെ പോലെ, സ്ഥിതിക്ക് ഭേദം വന്നവരെ പോലെ കർത്താവിനായി പ്രയോജനപ്പെടുവാൻ ഈ വചന കേൾവി നമ്മിൽ പ്രവർത്തിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി ദൈവത്തെ സ്തുതിക്കാൻ. നാം കേട്ട വചനത്തിന്റെ മുൻപാകെ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥനയിൽ ഉച്ചിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മുടെ സഭ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സഭയാണ്. വളരെ പ്രാർത്ഥിക്കുന്ന ഒരു സഭയാണ് നമ്മുടെ സഭ. തുടർന്ന് നാം നേരത്തെ പ്രാർത്ഥിച്ചതിന് ഉപരിയായി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പല വിഷയങ്ങളെ കുറിച്ച് ഓർത്ത്, പ്രത്യേകിച്ച് കർത്താവിന്റെ രാജ്യം ഈ പ്രദേശത്ത് വിപുലീകരിക്കപ്പെടുവാൻ
ദൈവം നമ്മെ ഉപയോഗിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. വിശ്വാസത്തിൽ നാം പൂർണ്ണരായി തീരുവാൻ നമ്മുടെ ന്യൂനതകളെയൊക്കെ മാറ്റുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മെ വ്യാപരിച്ച് ദൈവം നമ്മെ വിശ്വാസത്തിൽ പൂർണ്ണരാക്കി തീർക്കണം. ലോകത്തിന്റെ മോഹങ്ങൾക്ക് അധീനരായി പോകുന്നതിനല്ല, ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവസന്നദ്ധിയിൽ നമുക്ക് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായിട്ട് നമ്മെ സമർപ്പിക്കാം. ദൈവവചനം സംസാരിച്ച ദൈവദാസനെയും കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു പാട്ടിന്റെ 1-2 അടികൾ പാടിയിട്ട് പ്രിയ അച്ചായൻ പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ സഭായോഗം ഇവിടെ അവസാനിപ്പിക്കാം. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനേ. നീക്കം വരാതവിൻ വാഗ്ദത്തമൻ പേർക്കു നീ തന്നുവല്ലോ. നീക്കം വരാതവിൻ വാഗ്ദത്തമൻ പേർക്കു നീ തന്നുവല്ലോ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പ്രാർത്ഥനയ്ക്കുത്തരം നൽകും മോനെ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകും മോനെ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹഭണ്ഡാരത്തിൽ വാതിൽ തുറക്കണമേ. സ്വർഗീയാനുഗ്രഹഭണ്ഡാരത്തിൽ വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. Praise God. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥനാഥേ, Amen. ഈ ആരാധനയിൽ ശേഷം കർത്താവിലേക്ക് നോക്കുന്നു കർത്താവേ. Hallelujah. Praise you, ഇന്നത്തെ Jesus. സമയത്ത് ഇതുവരെയും കർത്താവിന്റെ കൃപയെ Glory to God. Hallelujah. ശുശ്രൂഷിപ്പാൻ ദാസന്മാരെല്ലാം ബലപ്പെടുത്ത Yes, Lord. Hallelujah. ഞങ്ങളെ സഹായിക്കണേ എന്ന് Praise the Lord. Hallelujah. എപ്പോഴും പ്രാർത്ഥിച്ചു കർത്താവേ, Hallelujah. സഹായിക്കാൻ മറ്റുള്ളവർക്ക് വേണ്ടി Praise you, Jesus. സഹായിക്കണേ നമ്മുടെ പ്രാർത്ഥന ആരോഗ്യത്തോടെ ദാസിനെ കൊണ്ടുവന്ന് ആസ്വദിക്കുന്നു. Yes, Lord. കർത്താവിന്റെ സാന്നിധ്യത്തിൽ മറക്കാനായി വീണ്ടും കർത്താവിനെ ആരോഗ്യത്തോടെ ഇവിടെ ഇരിക്കും. Yes, Lord. ആരോഗ്യത്തെ സൂക്ഷിച്ച് കർത്താവ് സ്വന്തമായ വേണ്ടി പ്രാർത്ഥന ശരീരത്തിന് കമ്പനി സൗഖ്യം കൊടുത്താൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓടിക്കുന്ന മക്കൾക്ക് നന്ദിയോടെ നന്ദിയോടെ തവയെ ശ്രദ്ധിക്കുന്ന സഭയിലാരും രോഗങ്ങളുണ്ട്, അവരെ സൗഖ്യമൊക്കെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു.
സായെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന സഹായിക്കണം. കർത്താവേ സൂര്യനാരായണ മക്കളെ അവർ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കാക്കണമേ. ഞങ്ങളുടെ ചുറ്റോടുള്ള അയൽവാസികളെല്ലാവരും കിട്ടിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ രാജ്യത്തെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്ത്യ ഒരു ക്രിസ്ത്യാനിയുടെ രാജ്യമാക്കി തീർക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പാർക്കുന്ന അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭരണാധികാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകമെല്ലാം പാടുള്ള എല്ലാ ദേവദാസന്മാരെയും എല്ലാവരെയും കർത്താവിനെ സുരക്ഷ പ്രാർത്ഥിക്കുന്നു. അതിനായ സ്തോത്രം സർവീസ് കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹത്തോടെ പോ മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന സകല വിഷയങ്ങളോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. അടുത്ത ആഴ്ച Father's Day, so we have a special service here. I invite all of you to come back. I mean, I know we all are coming back.